ഇന്ന് നമുക്കൊരു മുട്ടക്കപ്പ ഉണ്ടാക്കിയാലോ? അതിനായി നന്നായിട്ട് വൃത്തിയാക്കിയ കപ്പ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 3 സവോളയും ആവശ്യത്തിന് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും, ഇത് രണ്ടും ഓപ്ഷനിലാണ് നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ. അതായത് ഇഞ്ചി വേണമെങ്കിൽ അങ്ങനെ തന്നെ, വെളുത്തുള്ളി വേണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്, പച്ചമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച്, കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് സവോള മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് കപ്പ വേവിക്കാൻ വെച്ചിരിക്കുന്നത് ആദ്യം ഒരു വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ എയർ നന്നായിട്ട് കളഞ്ഞ് ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും തിളപ്പിച്ച വെള്ളം ഒന്നുകൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 തവണ അങ്ങനെ ചെയ്താണ് എടുക്കാറുള്ളത് കേട്ടോ. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൊടി കരിഞ്ഞു പോകരുത്. അത്യാവശ്യം നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എരിവ് കുറച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ കുരുമുളക് പൊടിയോടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു എരിവ് കാണും. അതനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ, നന്നായിട്ട് വഴന്ന് അതൊന്ന് വെന്ത് വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് സെറ്റായി യോജിപ്പിച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കപ്പ ഉടച്ചിട്ടോ ഉടയ്ക്കാതെയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉടയ്ക്കാതെ ആണെങ്കിൽ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണി കഴിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അതായത് ബീഫും ചിക്കനും ഒക്കെ കഴിക്കാത്തവർക്കാണെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റി, എഗ്ഗ് കഴിക്കുന്നവർക്കാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പണ്ട് കാലത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകുന്നുള്ളൊരു ഫീൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ സവോളയും മുട്ടയൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. ഒന്ന് ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. ഈവനിങ് മാത്രമല്ല, നമുക്ക് നൈറ്റിലാണെങ്കിലും നമുക്ക് ഒരു ഡിന്നറിന് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.